ഏതെങ്കിലും ഒരു ദൈവത്തെ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഒരു രക്തത്തിന്റെ ഒരു പുഴയിലൂടെയാണ് അദ്ദേഹം തോണി കഴിഞ്ഞു വരുന്നത്. അത് കൃഷ്ണനായാലും കൊള്ളാം, ജീസസ് ആയാലും കൊള്ളാം, രക്തമാണ് ഭയങ്കര താല്പര്യം. ഈവൻ ബൈബിളിൽ തന്നെ നോക്കാം, ആബേൽ ആൻഡ് കയൻ എന്ന് പറയുന്ന 2 മക്കളുണ്ട്. അത് നല്ലൊരു കഥയാണ്, കാർട്ടൂണൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പം ഇദ്ദേഹം എന്താണ് അവരുടെ പ്രശ്നം എന്നറിയാമോ? ഈ ആബേൽ എന്ന് പറയുന്ന ആള് ദൈവത്തിന് ബലി കൊടുക്കുന്നത് ആടിനെയാണ്, ചോര. ഈ ചോര കണ്ടപ്പോഴത്തേക്ക് ഇതിന് വളരെ സന്തോഷമായി, വളരെ ആശ്വാസമായി അദ്ദേഹത്തിന് അനുകൂലം. പക്ഷേ അതായത് സ്വന്തം വിളവെടുപ്പിലെ ഏറ്റവും മുന്തിയ വസ്തു കൊടുക്കണമെന്നാണ് അദ്ദേഹം ആട് കൊടുത്തു, ചോര കിട്ടി, ദൈവം പ്ലീസ്ഡായി. പക്ഷെ മറ്റവൻ ജൈവ കൃഷിക്കാരനായിരുന്നു, അവൻ കൊണ്ടുവന്ന് കുറെ കിഴങ്ങുകളും കുറെ ഫലങ്ങളും മറ്റൊക്കെ കൊണ്ട് കൊടുത്തു. ദൈവത്തിന് ഇത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അവൻ ചോദിച്ചാൽ ഞാൻ എന്റെ ബെസ്റ്റ് പ്രോഡക്റ്റ് വന്ന് നീ നിന്റെ ബെസ്റ്റ് പ്രോഡക്റ്റ് കൊടുത്തു, പക്ഷേ ഇങ്ങനെ ആയിപ്പോലെ. അദ്ദേഹം പറഞ്ഞു നമ്മുടെ ദൈവം ജൈവ കൃഷിക്കെതിരാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചോര കണ്ട് തൃപ്തിയാവുന്നു. എന്നുവെച്ചാൽ എന്തോ ഒരു സെലസ്റ്റിയൽ ഡ്രാക്കുള പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. എവിടെ ചോര വരുന്നു ഇദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ചോര ഇല്ലാത്ത ഏതെങ്കിലും ഉണ്ടോ? ഇപ്പോൾ ജെറീക്കോ ആക്രമണം, സ്ഥലകാല വേദത്തിന് അപ്പുറമുള്ള ദൈവത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ദൈവമാണ്. ജെറീക്കോ ആക്രമണത്തിൽ ജോഷുവ ചെല്ലുമ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്? മുച്ചൂടം നശിപ്പിക്കാനാണ്, ശ്വസിക്കുന്ന എന്തിനെ നശിപ്പിക്കാനാണ് പറയുന്നത്. സ്ത്രീകളെ, പുരുഷന്മാരെ, വൃദ്ധന്മാരെ, കുട്ടികളെ, ആടിനെ, പട്ടിയെ, പൂച്ചയെ, കാളയെ, തുമ്പിയെ, ഈച്ചയെ, പൂച്ചയെ, ഇതെല്ലാം നശിപ്പിക്കുക. ഒരു മേളിരുന്ന ഒരാൾ പറയാണ് ഇദ്ദേഹമാണ് സ്ഥലകാലങ്ങൾക്ക് അതീതമായിട്ടുള്ള പരമമായ ദൈവം.